2025 ജൂണിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ തകർന്നു വീണു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 270 പേരാണ് കൊല്ലപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത് ഒരു വ്യക്തി മാത്രമായിരുന്നു, വിശ്വാസ് കുമാർ രമേശ്. ക്യാമറകൾക്ക് മുന്നിലൂടെ മുടഞ്ഞു നീങ്ങുന്ന വിശ്വാസിന്റെ മുഖത്ത് ഭയമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ അത്ഭുത മനുഷ്യനെന്ന് എല്ലാവരും വിളിച്ചു. എന്നിരുന്നാലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ അത്ഭുതം ഒരു ശാപമായിട്ടാണ് വിശ്വാസിന് തോന്നുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ വിശ്വാസിന് മുന്നിൽ. ശരീരം സുഖം പ്രാപിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് സുഖം പ്രാപിക്കാൻ വിസമ്മതിക്കുകയാണ്. വിമാനാപകടം, സുനാമി, കാർ അപകടം, ഭീകരാക്രമണം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഭാഗ്യമെന്നൊരു മിഥ്യാധാരണയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന പലർക്കും ശാരീരിക അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലും വൈകാരിക തകർച്ചയുടെ തുടക്കവുമാണിത്. ശരീരം സുഖപ്രാപിച്ചതിനു ശേഷം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD. വിശ്വാസിന്റെ കാര്യത്തിലും അദൃശ്യമായ മുറിവുകളാണ് ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അപകടത്തിൽ അദ്ദേഹത്തിന് സഹോദരനെ നഷ്ടപ്പെട്ടു. തന്റെ ജീവന്റെ എല്ലാമാണ് വിശ്വാസിന് നഷ്ടമായത്. പേടി സ്വപ്നങ്ങൾ കണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഉണരുന്നത്. വെടിക്കെട്ട്, പെട്ടെന്നുള്ള ഇടിമുഴക്കം എല്ലാം അയാളെ പരിഭ്രാന്തിയിലാക്കുന്നു. വിശ്വാസിന്റെ മനസ്സിപ്പോഴും കത്തുന്ന വിമാനത്തിനുള്ളിൽ തന്നെ തുടരുകയാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ മാസങ്ങൾക്ക് ശേഷം സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങുമെന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. പക്ഷേ ഓർമ്മകൾ, പേടി സ്വപ്നങ്ങൾ, ഭയം എന്നിവ അവരെ അലട്ടും. മനസ്സ് ഭീതി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ഭാവനയല്ല, തലച്ചോറിന്റെ അതിജീവന സംവിധാനം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. വ്യക്തി എന്നേക്കുമായി ഉണർന്നിരിക്കാൻ മനസ്സ് ആവശ്യപ്പെടും. ശബ്ദം, മണം, ഓർമ്മ എന്നിവ പോലുള്ള ചെറിയ സൂചനകൾ ലഭിക്കുമ്പോൾ പോലും ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നിവ പമ്പ് ചെയ്യുന്നു. കാലക്രമേണ ഇത് ഉറക്കം, ദഹനം, പ്രതിരോധശേഷി എന്നിവയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അതിജീവിച്ചവർ പലപ്പോഴും ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വയറുവേദന അനുഭവപ്പെടുന്നതോ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതോ ആയി പറയുന്നത്. രോഗികൾക്ക് സുഖം പ്രാപിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഉറക്കത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് സ്ഥിരപ്പെടുത്തുന്നതിന് മരുന്നുകൾ ആദ്യം ആവശ്യമാണ്. അവർ ഏകദേശം 50 മുതൽ 60% വരെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ രോഗിക്കും പ്രത്യേകമായ വ്യത്യസ്ത ചികിത്സകളാണ് നൽകുന്നത്. പക്ഷേ തെറാപ്പിക്ക് വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ തെറാപ്പി കൊണ്ട് മാത്രം സുഖപ്പെടാൻ കഴിയില്ല. അതിജീവിച്ചവർക്ക് സ്ഥിരമായ സാമൂഹിക പിന്തുണ ആവശ്യമാണ്. ഒറ്റപ്പെടൽ PTSD കൂടുതൽ വഷളാക്കും. ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. ഒരു രോഗിയുടെ രോഗശാന്തി പലപ്പോഴും സമൂഹം അവരുടെ വേദനയെ എത്രത്തോളം സൗമ്യമായി കൈകാര്യം ചെയ്യുന്നു എന്നതിനെ പ്രതിഫലനമാണ്. ഇങ്ങനെ രക്ഷപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിച്ചവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, പുനർജന്മം എന്നെല്ലാം മാധ്യമങ്ങളും ആളുകളും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ ലേബലുകൾ കുറ്റബോധത്തെ കൂടുതൽ ആഴത്തിലാക്കും. ദൈവം എനിക്ക് ജീവൻ നൽകി, പക്ഷേ എൻ്റെ എല്ലാ സന്തോഷവും എടുത്തു എന്നാണ് രക്ഷപ്പെട്ടു വന്ന വ്യക്തികൾ പറയുന്നത്. അതിജീവനം ഒരു സമ്മാനത്തെക്കാൾ ശിക്ഷയായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.